വിവരങ്ങളിലേക്ക് വരാം. ഇറാന്റെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയിക്ക് പരിക്കേൽക്കുകയോ ശരീരം തിരിച്ചറിയാനാകാത്ത വിധത്തിൽ രൂപമാറ്റം വരികയോ ചെയ്തിട്ടുണ്ടെന്നാണ് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് വ്യക്തമാക്കിയത്. US ഇസ്രായേൽ സംയുക്ത ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാന്റെ നേതൃത്വം ഒളിവിൽ പോയെന്നാണ് ഹെക്സത്ത് പരിഹസിക്കുന്നത്. വ്യോമാക്രമണത്തിൽ മൊജ്തബയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഈ മൊജ്തബ കോമയിലാണ്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മൊജ്തബയ്ക്ക് ഒരു കാൽ നഷ്ടപ്പെട്ടു എന്നും ഒക്കെയാണ് അമേരിക്ക ഇപ്പോൾ അവകാശവാദമായി ഉന്നയിക്കുന്നത്. ഇങ്ങനെയാണ് ഹെക്സത്ത് പറയുന്നത്. ഞങ്ങൾക്കറിയാം, പുതിയ പരമോന്നത നേതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എന്നാൽ അത്രയ്ക്കൊന്നും ഇല്ലാത്ത നേതാവിന് പരിക്കേറ്റിട്ടുണ്ട്. തിരിച്ചറിയാനാകാത്ത വിധം രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ശബ്ദമോ ദൃശ്യങ്ങളോ ഇല്ല. അത് കേവലം എഴുതി തയ്യാറാക്കിയ പ്രസ്താവന മാത്രമായിരുന്നു എന്നാണ് പീറ്റ് ഹെക്സത്ത് പറയുന്നത്. അതായത് മൊജ്തബ പറയുന്നത് ഹെക്സത്ത് പറയുന്നത് മൊജ്തബ ജീവനോടെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല, അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇറാന് ധാരാളം ക്യാമറകളും ശബ്ദം റെക്കോർഡ് ചെയ്യാനുള്ള അനവധി സംവിധാനങ്ങളുമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ എഴുതി തയ്യാറാക്കിയ പ്രസ്താവനയുമായി വരുന്നത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ അമേരിക്ക ഉന്നയിക്കുന്നത്. ഒന്നിൽ അയാൾ ഭയന്നിരിക്കുന്നു, അല്ലെങ്കിൽ അയാൾക്ക് പരിക്കേറ്റിരിക്കുന്നു, അല്ലെങ്കിൽ അയാൾ ഒളിച്ചിരിക്കുകയാണ്. അയാൾ ഇതിനൊന്നും ഈ വരുന്ന കാര്യങ്ങൾക്കൊന്നും ആധികാരികതയില്ല എന്നും പീറ്റ് ഹെക്സത്ത് മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ വളരെ ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. കരളിലും വയറിനും മറ്റുമുള്ള പരിക്കിനെ തുടർന്ന് കോമയിലാണ് എന്നുള്ള വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പീറ്റർ ഹെക്സത്തിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവന വരുന്നത്. മറ്റൊരു വാർത്തയുമായി ബന്ധപ്പെട്ട് കാർത്തിക്കിലേക്ക് ഒന്ന് പോകണം. അത് ഇറാന്റെ എണ്ണക്കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രമായ ഖാർഗ് ദ്വീപിൽ ആക്രമണം നടത്തി എന്നുള്ള അവകാശവാദം ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ദ്വീപ് നമുക്കറിയാം തന്ത്രപ്രധാനമായ ഇറാന്റെ ഏറെ പ്രാധാന്യമുള്ള ഒരു പ്രദേശം കൂടിയാണ്. പക്ഷേ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളെ അല്ല, സൈനിക കേന്ദ്രത്തെയാണ് ലക്ഷ്യമിട്ടതെന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഇനിയും എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുമെന്നും ട്രംപ് പറയുന്ന പശ്ചാത്തലം പ്രധാനമായ ഒന്നാണ്. ഇറാനിയൻ എണ്ണക്കയറ്റുമതിയുടെ ഹൃദയമാണ് ഈ ചെറു പവിഴപ്പുറ്റു ദ്വീപ്. പേർഷ്യൻ ഗൾഫ് കടലിടുക്കിൽ ഇറാൻ തീരത്ത് നിന്ന് 25 കിലോമീറ്ററിലധികം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് കേന്ദ്രീകരിച്ചാണ് ഇറാന്റെ ക്രൂഡ് ഓയിൽ കയറ്റുമതി 90% എന്ന് ഓർക്കണം. 8 കിലോമീറ്റർ നീളവും 5 കിലോമീറ്ററോളം വീതിയും മാത്രമാണ് ഈ ദ്വീപിനുള്ളത്. ഈ ദ്വീപ് തകർക്കുമെന്ന് അമേരിക്ക പറയുന്നുണ്ട്. പക്ഷേ തൊട്ട് കഴിഞ്ഞാൽ ചാരമാക്കുമെന്നുള്ള ഇറാന്റെ മുന്നറിയിപ്പ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതിലൊന്ന് അമേരിക്കയുടെ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ അമേരിക്കയുമായി ബന്ധപ്പെട്ട എണ്ണ ഉൽപ്പാദന കമ്പനികളെ ടാർഗറ്റ് ചെയ്യും എന്നാണ് ഇറാൻ സൈനിക വക്താവ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഖാർഗ് ദ്വീപിൽ ആക്രമണം നടത്തിയെന്ന ട്രംപിന്റെ അവകാശവാദത്തിന് പിന്നാലെയാണ് ഇത്തരമൊരു നിലപാടുമായി ഇറാൻ വരുന്നത്. കാർത്തിക്, അത് വളരെ പ്രധാനമാണല്ലോ. ഈ ഖാർഗ് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളിലേക്കും ആക്രമണം വരികയും മറ്റും ചെയ്താൽ അത് ലോകക്രമത്തെ ബാധിക്കും. വലിയ തോതിൽ യുദ്ധത്തിന്റെ ഒരു ഘടന തന്നെ മാറും. 2 ആഴ്ച പിന്നിടുന്ന ഈ യുദ്ധത്തിൽ കഴിഞ്ഞ ദിവസങ്ങളായി ഏറ്റവും ശ്രദ്ധാകേന്ദ്രം ഹോർമുസ് കടലിടുക്ക് തന്നെയാണ്. ലോകത്തിലെ തന്നെ 20% ഊർജം ഈ ജലപാതയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ജലപാത ഇപ്പോൾ സ്തംഭിച്ചിരിക്കുന്നു. സ്വാഭാവികമായും ഇതിനോടകം പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏതാണ്ട് 16 കപ്പലുകളാണ് ഹോർമുസ് കടലിടുക്കിൽ മാത്രം ആക്രമിക്കപ്പെട്ടത്. ആ പശ്ചാത്തലത്തിലാണ് US-ന്റെ ഇത്തരമൊരു നീക്കത്തെ കാണാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ US ടെഹ്റാൻ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണങ്ങൾ ശക്തമാക്കിയിരുന്നത് എങ്കിൽ കഴിഞ്ഞ ദിവസം ഖാർഗ് ദ്വീപ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഹോർമുസ് കടലിടുക്കിന് സമീപമാണ് ഇറാന്റെ തന്ത്രപ്രധാനമായ ഈ ദ്വീപ് അറിയപ്പെടുന്നത് തന്നെ ഇറാന്റെ സാമ്പത്തിക നട്ടെല്ല് എന്നാണ്. അതായത് ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ ഏതാണ്ട് 90% നടക്കുന്നത് ഈ ദ്വീപിലാണ്. ദിവസേന 7 മില്യൺ ബാരൽ ക്രൂഡാണ് ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നത്. അത്തരത്തിൽ വളരെ തന്ത്രപ്രധാനമായ ഒരു ക്രൂഡ് എക്സ്പോർട്ട് ടെർമിനൽ, അതാണ് ഖാർഗ് ഐലൻഡ്. അവിടെയാണ് US ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് ശ്രദ്ധേയം. പക്ഷേ അപ്പോഴും അവിടുത്തെ എണ്ണ കയറ്റുമതി കേന്ദ്രങ്ങളോ അവിടുത്തെ എണ്ണ പാടങ്ങളോ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം ഉണ്ടായിട്ടില്ല. മറിച്ച് അവിടുത്തെ സൈനിക കേന്ദ്രങ്ങൾ, ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ആണ് ആക്രമിച്ചത്. ഏതാണ്ട് 15 എക്സ്പ്ലോഷൻസ് ഉണ്ടായി എന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഒരു ഹെലികോപ്റ്റർ ഹാങ്ങറും അതോടൊപ്പം തന്നെ അവിടെ തന്നെയുള്ളൊരു ഒരു എയർപോർട്ടിൻ്റെ സീ ബേസ് ഉണ്ട്. അവിടെയുമാണ് ആക്രമണം നടന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. സ്വാഭാവികമായും അത് കൃത്യമായ സന്ദേശമാണ് നൽകുന്നത്. എണ്ണപ്പാടങ്ങൾ ആക്രമിച്ചില്ല, മറിച്ച് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ, ഈ ഖാർഗ് ദ്വീപിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു. അതായത് ഈ ഖാർഗ് ദ്വീപ് ആക്രമിക്കാനും മടിക്കില്ല. ഒരുപക്ഷെ എണ്ണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയാണ് അമേരിക്ക നൽകുന്നത്. പക്ഷേ അപ്പോഴും ഈ സ്ഫോടനത്തിന് ശേഷം വളരെ ശക്തമായി തന്നെ ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഖാർഗ് ദ്വീപിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് മുതിർന്നാൽ
ഇത്തരത്തിൽ ചാരമാകും എന്നൊരു മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. ഈ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾ ചാരമാകും എന്നൊരു മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. അതായത് സ്വാഭാവികമായും മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച് മറ്റ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള US-ന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും അതോടൊപ്പം തന്നെ അവിടുത്തെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് ലക്ഷ്യമാക്കിയുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ ആക്രമണം. ആ ആക്രമണം കടുപ്പിക്കുമെന്ന സൂചനയാണ് ഇറാന്റെ ഈ വാക്കുകളിൽ വ്യക്തമാകുന്നത്. സ്വാഭാവികമായും ഒരു വർഷം ഏതാണ്ട് 950 മില്യൺ ബാരൽ ക്രൂഡ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ടെർമിനലാണ്. ഇറാന്റെ തന്ത്രപ്രധാന സ്ഥാനമാണ്. എപ്പോഴാണ് ഈ ആക്രമണത്തിലേക്ക് US കടന്നത് എന്നതുകൂടി നമ്മൾ വായിക്കെടുക്കേണ്ടതുണ്ട്. കാരണം US പെട്രോ ഡോളറിലാണ് ഈ എണ്ണ വ്യാപാരം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇറാന്റെ ഭാഗത്തു നിന്ന് ചില പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. ചില നേതാക്കളെ ഉദ്ധരിച്ചുകൊണ്ട് CNN അടക്കം റിപ്പോർട്ട് ചെയ്തത് ഡോളറിൽ എണ്ണ വ്യാപാരം നടത്തുന്നതിനെതിരെ ഇറാൻ ഒരു നീക്കം ആരംഭിക്കുന്നു. അതായത് അമേരിക്കൻ കറൻസിയായ ഡോളറിന് പകരം ചൈനീസ് കറൻസിയായ യുവാനിൽ വ്യാപാരം നടത്തുന്ന കപ്പലുകളെ ഹോർമൂസ് കടലിടുക്കിലൂടെ കടത്തിവിടാൻ ഒരു ആലോചന നടക്കുന്നു. അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. സ്വാഭാവികമായും അതിലേക്കുള്ള തീരുമാനങ്ങളിലേക്ക് ഇറാൻ എത്തുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കാർക്ക് ദ്വീപിലേക്ക് US നടത്തിയ ആക്രമണത്തെ കാണാൻ. എന്തായാലും വളരെ ശക്തമായി തന്നെ ആക്രമണം മുന്നോട്ട് പോകുന്നു. ഒരു തരത്തിലുള്ള ഡീഎസ്കലേഷൻ സാധ്യതകളും, അതായത് യുദ്ധം നിയന്ത്രണ വിധേയമാവുകയോ എന്തെങ്കിലും തരത്തിലുള്ള സമവായ സാധ്യതകളോ ഒന്നും തന്നെ ഈ ഘട്ടത്തിലും കാണുന്നില്ല. സൗദിയിലേക്കും കുവൈറ്റിലേക്കുമൊക്കെ കൂടുതൽ ഡ്രോണുകൾ എത്തുന്നു. അവ ഇന്റർസെപ്റ്റ് ചെയ്തതായി അവിടുത്തെ പ്രതിരോധ മന്ത്രാലയങ്ങൾ തന്നെ ഔദ്യോഗികമായി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഒമാനിൽ US-ന്റെ അവശ്യ സർവീസുകൾ ഒഴികെ പ്രവർത്തിക്കുന്ന ജീവനക്കാരോടും അവരുടെ കുടുംബാംഗങ്ങളോടും ഒമാനിൽ നിന്ന് മാറാൻ US ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിൽ പശ്ചിമേഷ്യയിൽ ആകെ സംഘർഷങ്ങൾ അനുദിനം വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. 15-ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ കാർഗ് ഐലൻഡ് പോലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് US ആക്രമണം തുടരുന്നു. മറിച്ച് സമാനമായ തീരുമാനങ്ങൾ ഇറാനും കൈക്കൊള്ളുന്നു. അതായത് സാമ്പത്തികമായി ഡോളറിനെ ബാധിക്കുന്ന തരത്തിൽ സാമ്പത്തികമായി US-നെ ആക്രമിക്കുക, അത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.